നമ്മൾ പ്രായമായ ആളുകൾ ചിലപ്പോൾ ഈ മഴ പെയ്യുകയും അമിതമായ ചൂടൊക്കെ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ എൻ്റെ ഉമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മയും സൂക്ഷിക്കണം, ഇഴജന്തുക്കൾ ഇറങ്ങുന്ന സമയമാണ്, അതുകൊണ്ട് പ്രത്യേകം സൂക്ഷിക്കണം, തണുപ്പാവുമ്പോൾ ചൂടിന് വേണ്ടി വന്ന് കിടക്കും, ചൂടാവുമ്പോൾ തണുപ്പിന് വേണ്ടി വന്ന് കിടക്കും എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ അത്തരം വളരെ വിഷം കലർന്ന ഒരു ഇഴജന്തു ഈ ശബരിമലയിലെ വിഷയം ഇങ്ങനെ പാട്ടുമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. സാധാരണ ഈ നിരീശ്വരവാദികൾ, യുക്തിവാദികളെന്നൊക്കെ പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അത്തരം കാര്യങ്ങൾക്കും വേണ്ടി നിലനിൽക്കുന്നതാണ്. ജോസഫ് മാഷിൻ്റെ ആവിഷ്കാരത്തിന് വേണ്ടി നിലനിന്ന, തസ്ലീമ നസ്രീൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലനിന്നവർ കുഞ്ഞബ്ദുള്ളയുടെയും മുഹമ്മദ് ഡാനിഷിൻ്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുന്നില്ലെന്ന് മാത്രമല്ല, അവിടെ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് കേരളം അടയാളപ്പെടുത്തപ്പെട്ട ഈ പറയുന്ന മൃഗശാലയിലല്ലാതെ തുറന്നു വിട്ട നിലയിൽ കാണപ്പെടുന്ന ഏറ്റവും വിഷകാരിയായ പാമ്പുകളിലൊന്നായ നമ്മുടെ ഹാർപിക് അരിപ്പുസൈൻ തെരുവിലേത്ത് അദ്ദേഹം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഒരു സംഗതി, അരവണ വെറും ഭക്ഷണം ബെർമുഡ, സംസം വെറും വെള്ളം, വള്ളി ട്രൗസർ, അത് പള്ളിയിൽ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് ഈ അരവണ പായസത്തെയും അതോടൊപ്പം സംസം വെള്ളത്തെയും ഒക്കെ താരതമ്യം ചെയ്താണ് ഇറങ്ങിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ മനുഷ്യരുടെ ഇടയിൽ എന്നാൽ ശബരിമല വെച്ച് ഇതുപോലൊരു കളി കളിച്ചാൽ എന്തെങ്കിലും തരത്തിലെ ഉപകാരം ഉണ്ടാകുമോ, എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്ന് അന്വേഷിച്ചാണ് എത്തിയിട്ടുള്ളത്. ഉമ്മാടെ പള്ളയിലെ തുണി മാറിക്കിടക്കുന്ന പടമെടുത്ത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാനിരിക്കുന്ന മോനാവുമ്പോൾ ഇങ്ങനെയൊക്കെ ഈ സമൂഹം പ്രതീക്ഷിച്ചാൽ മതി. കാരണം അവിടെ കിടന്ന് 10 മാസം കിടന്ന ആ പള്ളയുടെ ചിത്രമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ചിത്രമായിട്ട് വരുന്നതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ മകൻ ഇവിടെ ഞങ്ങളുടെ ഒരു കുടുംബ ബന്ധു കൊണ്ടുവന്ന പഴനിയിലെ പ്രസാദം, പഴനിയിലെ പായസം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു, എടാ അതിങ്ങെടുത്ത് ഒരു വീഡിയോ എടുക്കട്ടെ ഈ പറയുന്ന സംഗതി കഴിക്കുന്നത്. കാരണം ശബരിമലയിൽ നിന്ന് വരുന്നതും ഈ കൊണ്ടുവരുന്നതുമൊക്കെ ഞാൻ കഴിക്കാറുണ്ട്, നല്ല ടേസ്റ്റുള്ള സംഗതിയാണ്. അതിനകത്തൊന്നും ഈ അവനവൻ്റെ വിശ്വാസത്തെ അങ്ങ് എടുത്തുകൊണ്ട് പോകുന്നതോ അല്ലെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നതോ ഒന്നും സംഭവിക്കുന്നില്ല. ഇനി അത് മാത്രമല്ല, അതിനി എവിടെയെങ്കിലും അമ്പലത്തിൽ ഉണ്ടാക്കിപ്പോയതായതുകൊണ്ട് കുഴപ്പമാണെങ്കിൽ ഈ കല്യാണത്തിന് വിളിക്കുന്ന സ്ഥലത്ത് സദ്യ ഉണ്ടാക്കുന്നത് മുഴുവൻ നോൺ മുസ്ലിംസാണ്. അവർ ഇത് പാചകം ചെയ്യുന്നതിന് മുമ്പ് അവരതിൻ്റെ അടിക്ക് തീ വെക്കുമ്പോൾ അവരുടെ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. എന്തിനാ? ഭക്ഷണം നന്നാവാനാ. ഒരു ഇസ്ലാമിയത്തുള്ള വീട്ടുകാരനും ചെന്നിട്ട് അയാളോട് പറയുന്നില്ല നിങ്ങളതൊന്നും ചെയ്യാൻ പാടില്ല, ഭക്ഷണം ഇച്ചിരി മോശമായിക്കോട്ടെന്ന്. അങ്ങനൊന്നും കേരളത്തിലില്ല. എല്ലാവരും ഉണ്ടാക്കുന്നു, എല്ലാവരും കഴിക്കുന്നു. ക്ഷേത്രങ്ങളിലെ പരിപാടിക്ക് പോകുമ്പോഴും സപ്താഹത്തിനും ഈ രാമായണ പ്രഭാഷണത്തിനും അതുപോലെ വൃശ്ചികോത്സവത്തിനും ഒക്കെ പോകുമ്പോൾ അമ്പലത്തിൽ നിന്ന് എല്ലാവരും കഴിക്കാറുണ്ട്. അതുപോലെ അരവണ പായസവും അതും ഇതുമൊക്കെ മനുഷ്യരെല്ലാം കഴിക്കാറുണ്ട്. വേണ്ടവർ, വേണ്ടാത്തവർ കഴിക്കാറില്ല. അങ്ങനെയുള്ള ആളുകൾ പലതരത്തിലുള്ളവരുണ്ട്. ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു പ്രായമായ അമ്മ, അവരെ വീട്ടിലൊരു ജോലിക്കാരിയെ നിർത്തിയിട്ട് അവർ തൊടുന്നതൊന്നും കഴിക്കില്ല. അമ്മയ്ക്ക് വയ്യ, എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, എങ്കിൽ പോലും അവരവിടെ പോയി നിന്ന് പിടിച്ച് നിന്നതുണ്ടാക്കിയേ കഴിക്കുകയുള്ളൂ. അവരുടെ ജാതിയിൽപ്പെട്ടവർ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ അത് ഓരോരുത്തരുടെ ഉസ്വാസാണെന്ന് നമ്മൾ പറയും. അങ്ങനെ ഉസ്വാസുമായി ബന്ധപ്പെട്ട് കഴിക്കാത്തവർ കഴിക്കണ്ട, കഴിക്കുന്നവർ ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട്. അതിനിടയിലേക്കാണ് യവൻ വിഷം ചീറ്റാനെത്തിയത്. അപ്പം ഞാൻ മോനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇത് പൊട്ടിച്ച് തീർന്നു പോയി വാപ്പി, വേറെ 2 ഫുൾ ബോട്ടിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് പഴനിയിലെ അരവണ പായസവും ശബരിമലയിലെ അരവണയും ഇതായി എടുത്തുകൊണ്ട് വെച്ചു. അതിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഹിന്ദു മുസ്ലിം ഭേദമില്ലാതെ ആവശ്യമുള്ളവർ കഴിക്കുകയും അത് കൊണ്ടുവരണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും അവിടുത്തെ പൊരിയും അതുപോലെ തന്നെ മറ്റു പല സാധനങ്ങളുമൊക്കെ സന്തോഷപൂർവ്വം തിന്നുകയും ഒക്കെ ചെയ്യും. അങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിച്ചാൽ അതവിടെ വെച്ചിട്ട് ഒന്നു എടുത്തിട്ട് പള്ളിയിൽ പോകും, പിന്നെ വന്ന് ബാക്കി തിന്നും. പക്ഷേ കിടന്ന ഉമ്മയുടെ പള്ള ഫോട്ടോ എടുത്തുകൊണ്ട് വെച്ചേക്കുന്ന ഈ ആരിഫിനെ പോലെയുള്ള വിഷജന്തുക്കൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അവരൊക്കെ സ്വപ്നം കാണുന്നത് ആരിഫൊക്കെ ജീവിക്കുന്നത് പോലെ സെപ്റ്റിക് ടാങ്കിനകത്ത് തുല്യമായ ഒരു ജീവിതമായി മനുഷ്യൻ്റെ ജീവിതം മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വിഷജന്തുവാണ്. കുറച്ച് മുസ്ലിങ്ങളെ തെറി പറയുമ്പോൾ കുറച്ച് വികാരജീവികളും വിദ്വേഷികളുമായ ഹിന്ദു നാമധാരികൾക്ക് തോന്നും ഇവൻ വലിയ മിത്രമാണെന്ന്. ഇവനൊക്കെ മാനവികതയുടെ ശത്രുവാണ്, മനുഷ്യത്വത്തിൻ്റെ ശത്രുവാണ്, ഘാതകനാണ്, ആരാച്ചാരാണ്. മറക്കാതിരിക്കാം.